സർക്കാരിന്റെ രക്ഷാപ്രവർത്തനമോ എന്നാണ് ചോദ്യം. ജിമ്മി, ഈ പീച്ചിയിലെ CI രതീഷ്, കുന്നംകുളത്തെ 5 പോലീസുകാർ, അതിനുശേഷം ഇന്ന് കേരള പോലീസ് അവതരിപ്പിച്ച താരമാണ് മധുബാബു. ഇന്നത്തെ താരം മധുബാബുവാണ്. മധുബാബു കാലാകാലങ്ങളായി ഓരോരോ കേസുകളിൽപ്പെട്ടതിൻ്റെ വിശദാംശങ്ങളാണ് ഇന്ന് പുറത്തു വരുന്നത്. ഇയാൾ CI ആയിരുന്നു. 2016 DYFIയുടെയും അന്ന് SFIയുടെ നേതാവായിരുന്ന ഒരാളെ തല്ലി ഇഞ്ചപ്പരുവാക്കുന്നു. അതിനുശേഷം അയാളൊരു DYFIക്കാരനായ SFIക്കാരനായിരുന്ന സമയത്ത് തന്നെ ഒരാളെ അടിക്കുന്നു. അത് കഴിഞ്ഞ് ചേർത്തല സ്വദേശിയായ സുബൈർ, അയാളുടെ എക്സ് മിലിറ്ററിയാണ്. ഒരു പണാപകരണ കേസ് വരുമ്പോഴത്തേക്കും വരുമ്പോൾ തന്നെ ചെവുക്കലിന് കൊടുത്ത് പിടിച്ചു വലിച്ചുകൊണ്ട് പോയി സ്റ്റേഷനിലേക്കെന്നാണ് പറയുന്നത്. ഏറ്റവും അവസാനം പിന്നെ അയാൾ DYSP ആകുന്നു. അപ്പോൾ DYSP ആകുമ്പോൾ തൊടുപുഴയിൽ മുരളീധരനെ തല്ലി. മുരളീധരൻ തല്ലിയതിൻ്റെ ഓഡിയോ സന്ദേശമാണ്, ഓഡിയോ ഇതാണ് നമുക്കിപ്പോൾ കിട്ടിയത്. ഈ ദൃശ്യങ്ങൾ പ്രേക്ഷകർ ആ ശബ്ദം മ്യൂട്ട് ചെയ്താണ് കണ്ടത്. ഈ ഓഡിയോ മ്യൂട്ട് ചെയ്യാതെ കണ്ട ഒരാളാണ് ഞാൻ. കണ്ടതും കേട്ടതും ആളാണ് ഞാൻ. എത്രത്തോളം അറയ്ക്കുന്ന ഭാഷയിലാണ് ഒരു സ്റ്റേഷനിൽ വന്ന ആരോ ആയിക്കോട്ടെ, പ്രതിയായാലും വാദിയായാലും വിളിക്കുക എന്നുള്ളത് എന്താണ് ഇയാളുടെ സംസ്കാരം എന്ന് വ്യക്തമാക്കുന്നതാണെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം തല്ലിയത് പോലും എനിക്ക് തെളിവ് വേണ്ട. ഉപയോഗിച്ച ഭാഷ, ആ ശബ്ദം അയാളുടെ ആണെങ്കിൽ സമ്മതിക്കണം. പക്ഷേ ഇന്നലത്തെ സംഭവങ്ങളിൽ നിന്നൊരു വ്യത്യാസമുണ്ട്. ഇന്നലെ നമ്മൾ കുന്നംകുളത്തെ പോലീസുകാരെ സംബന്ധിച്ച വിഷയം വന്നപ്പോൾ ഒരു എൻക്വയറി റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ആ എൻക്വയറി റിപ്പോർട്ടാണ് അവരെ രക്ഷിക്കാൻ പ്രധാനമായും സഹായകമായത്. കാരണം മർദ്ദിച്ചു എന്ന ഒറ്റ വാക്കേ ഉള്ളൂ. എങ്ങനെ മർദ്ദിച്ചു, രൂക്ഷമായി മർദ്ദിച്ചു, അത്തരം വിശദാംശങ്ങളൊന്നുമില്ല. ഇത് മാത്രമല്ല, മറ്റ് പല ആരോപണങ്ങളും CCTV ദൃശ്യങ്ങളില്ലാത്തതുകൊണ്ട് അതൊന്നും ശരിയല്ല എന്ന് പറഞ്ഞ് മടക്കിയ റിപ്പോർട്ടാണ്. പക്ഷേ ഇവിടെ CCTV ദൃശ്യങ്ങളൊന്നും ഇല്ലാതിരുന്നിട്ടും ഞാൻ പറയാൻ ശ്രമിക്കുന്നത് പത്തനംതിട്ടയിലെ സംഭവമാണ്. പത്തനംതിട്ടയിൽ മുളക് പൊടി പ്രയോഗിച്ച ശേഷം SFI നേതാവിനെ ആക്രമിച്ച സംഭവം. അതിൽ ഒരു ഗംഭീരമായ എൻക്വയറി റിപ്പോർട്ട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇന്നലത്തെ സംഭവത്തിൽ നിന്ന് ഇന്നത്തെ താരമായ മധുബാബുവിനെ വ്യത്യസ്തനാക്കുന്നത്. അത് പത്തനംതിട്ടയിലെ ജില്ലാ പോലീസ് മേധാവിയായ ഹരിശങ്കർ IPSൻ്റെ റിപ്പോർട്ടാണ്. അത് നേരത്തെ നിന്ന് വളരെ വ്യത്യസ്തമായിരുന്നു. എന്ന് മാത്രമല്ല, അതിനകത്ത് പറയുന്നത് ക്രൂരമായ ദേഹോപദ്രവം ലഭിച്ചതായി വ്യക്തമാണ്. കൂടാതെ എതിർകക്ഷി ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ആവർത്തിച്ച് ചെയ്യുന്നതായി ടിയാനെതിരെയുള്ള സ്വകാര്യ അന്യായങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ആയതിനാൽ ഈ മധുബാബുവിനെയും ഒരു റിട്ടയർഡായ ഒരു CI ഗോപകുമാറിൻ്റെയും പ്രവൃത്തി അതീവ ഗുരുതരമായ അധികാര ദുർവിനിയോഗവും അച്ചടക്ക ലംഘനവും പോലീസ് സേനയുടെ സൽപ്പേരിന് തന്നെ കളങ്കവുമാകയാൽ ടിയാന്മാരുടെ പേരിൽ കർശന അച്ചടക്ക നടപടികൾ സ്വീകരിക്കുന്നതിനായി ഈ റിപ്പോർട്ട് സമർപ്പിച്ചു കൊള്ളുന്നു. 2016 ഡിസംബർ എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ സർക്കാർ അധികാരമേറിയ ശേഷം ആണ് ഈ റിപ്പോർട്ട് വരുന്നത്. അപ്പോൾ ഇന്നലെ നമ്മൾ സംസാരിച്ച കാര്യത്തിൽ ഒഴുക്കനൊരു റിപ്പോർട്ടാണെങ്കിൽ വളരെ വ്യക്തമായ റിപ്പോർട്ടുണ്ടായിട്ടും ഒരു നടപടി പോലും ഉണ്ടായില്ല എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാകുന്നത്. അപ്പോൾ മര്യാദയ്ക്കുള്ള റിപ്പോർട്ടുണ്ടെങ്കിലും മര്യാദയ്ക്കില്ലാത്ത റിപ്പോർട്ടാണെങ്കിലും ഒരൊറ്റ വഴിയേ ഉള്ളൂ. കൂടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കാൻ ആരൊക്കെയൊക്കെ ചേർന്ന് ശ്രമിക്കും. അത് രാഷ്ട്രീയ നേതൃത്വം കണ്ണടച്ചു വയ്ക്കും. ഇതാണൊരു രീതി. പക്ഷേ കേരളത്തിലെ ഇന്ത്യയിലെ പോലീസ് സംവിധാനത്തിന് ഒരു കൊളോണിയൽ പശ്ചാത്തലമുണ്ടെന്നും അതുകൊണ്ട് പണ്ട് മുതലേ ഇതിങ്ങനെയാണ്, ഇതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നതിനോട് പൂർണ്ണമായും ഞാൻ യോജിക്കുന്നില്ല. അതിലൊരു പ്രശ്നം, ഓരോ സമയത്തും പോലീസിനെ നന്നാക്കാനുള്ള ഒരുപാട് നടപടിക്രമങ്ങൾ, നിയമ പരിഷ്കാരങ്ങൾ, കോടതി ഉത്തരവുകൾ ഇതെല്ലാം വന്നതാണ്. ഇതൊന്നും പോരാത്തതിന് 2020 ഒരു വ്യക്തമായൊരു സംഭവം കൂടെ കേരളത്തിലെ പോലീസ് സ്റ്റേഷനിൽ സംഭവിച്ചു. CCTV സ്ഥാപിക്കപ്പെട്ടു. ആ CCTV സ്ഥാപിച്ചപ്പോൾ അതിൻ്റെ കൂടെ കോടതി ഉത്തരവിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെ പറഞ്ഞിരുന്നു. ഈ CCTVകൾ ആർക്കൊക്കെ പരിശോധിക്കാമെന്നതിൽ പോലീസിൽ നിന്ന് വ്യത്യസ്തമായി പോലീസിന് പുറത്ത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, അതുപോലെ തന്നെ ജനപ്രതിനിധിയായ MLA ഇവർക്കൊക്കെ പരിശോധിക്കാവുന്നതാണ് എന്നുകൂടി കോടതിയുടെ ഉത്തരവിലുണ്ട്. പക്ഷേ അത് നടപ്പായില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം. അപ്പോൾ പോലീസിനൊരു സംവിധാനമുണ്ടെന്നും ഈ സംവിധാനം പരസ്പരം സഹായിക്കാനാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നതെന്നും പോലീസുകാർക്ക് തല്ലാൻ മാത്രമേ അറിയാവുന്നുള്ളതും തത്വത്തിൽ ശരിയായിരിക്കെ തന്നെ അതിനെ ഉല്ലംഘിക്കാനുള്ള അവസരങ്ങൾ കിട്ടിയപ്പോൾ ഒരു സമയത്തും ഉപയോഗിക്കാത്ത രാഷ്ട്രീയ നേതൃത്വമാണ് ഇതിനുത്തരം പറയേണ്ടത്. CCTV നിർബന്ധമായും നിയമപ്രകാരം നടപ്പിലാക്കുമ്പോൾ അതിനെന്തൊക്കെ കുഴപ്പങ്ങളുണ്ടാവാമെന്നും അതിനെ എങ്ങനെ മറികടക്കാമെന്നും നിങ്ങൾക്ക് നല്ലപോലെ അറിയേണ്ടതായിരുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ അത് എങ്ങനെയാണ് നടപ്പിലാക്കേണ്ടതെന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. അത് നിങ്ങൾ ചെയ്തില്ല. അവിടെയാണ് വിഷയം. നമ്മൾ ഈ സംസാരിക്കുമ്പോൾ മുഴുവൻ വളരെ പഴയ പ്രധാനപ്പെട്ട സംഭവങ്ങളെല്ലാം വരുമ്പോൾ കസ്റ്റഡി കൊലപാതകങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. എന്താ കാര്യം? കസ്റ്റഡി കൊലപാതകമാകുമ്പോഴാണ് ഒരാൾ മരിച്ച് ഡെഡ് ബോഡി കിട്ടുക. തല്ലിയിട്ട് പോയാൽ ആരും അറിയില്ല. കേരളത്തിൽ കഴിഞ്ഞ 19 വർഷമായിട്ട് നമ്മളെ ആരെങ്കിലും പോലീസുകാരൻ തല്ലിയതിനെക്കുറിച്ച് കേസ് നമ്മൾ കേട്ടിട്ടുണ്ടോ? വലിയ വാർത്താ പ്രാധാന്യം കേട്ടിട്ടുണ്ടോ? എന്താ ഇപ്പോൾ വ്യത്യാസം? 2020 മുതൽ CCTVകൾ വരുന്നു, ദൃശ്യങ്ങൾ പുറത്തു വരുന്നു.
അതാണ് പ്രത്യേകത. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് തല്ലിയതിൻ്റെ ദൃശ്യങ്ങളെക്കുറിച്ച് നമ്മൾ കാണുന്നത്. പണ്ടായിരുന്നെങ്കിൽ ആ CCTV ദൃശ്യങ്ങൾ ഇല്ലാത്തതിൻ്റെ പ്രശ്നമായിരുന്നു. അപ്പോൾ അത് ഫലപ്രദമായി ഉപയോഗിക്കുന്നതിലുള്ള ഗുരുതരമായ വീഴ്ച സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളതാണ് എൻ്റെ വിഷയം. അതിന് ഉത്തരവാദി പിണറായി വിജയൻ സർക്കാർ തന്നെയാണ്. കാരണം CCTV നിങ്ങൾക്ക് കിട്ടിയ ഒരു വലിയ അവസരമായിരുന്നു. ഇനി ഇതിനൊരു പശ്ചാത്തലം കൂടി ഉണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഉദ്യോഗസ്ഥർ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകും. പക്ഷേ കേരളത്തിൽ പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് ശരിയാണെന്നും കൊള്ളാമെന്നും നമ്മളൊക്കെ ആദ്യം കൈയടിച്ച വേറൊരു നടപടി കൂടി ഉണ്ടായി. പോലീസ് സ്റ്റേഷനിൽ ജനപ്രതിനിധികളല്ലാത്ത രാഷ്ട്രീയക്കാരുടെ കടന്നുകയറ്റം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു. നമ്മളൊക്കെ കൈയടിച്ചതാണ്. പക്ഷേ എന്താ പറ്റിയതെന്നറിയോ? നേരത്തെ പറഞ്ഞതുപോലെ പോലീസിന് ഒരു 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 കാക്കിയിട്ട ഗുണ്ട സ്വഭാവം വരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ആരാണ് പോലീസിനെ നിയന്ത്രിക്കുക? പോലീസിനെ നിയന്ത്രിക്കേണ്ടത് ഈ നാട്ടിലെ പൊതുസമൂഹമാണ്. രാഷ്ട്രീയക്കാരാരാ? പൊതുസമൂഹത്തിൻ്റെ പ്രതിനിധികളാണ്. രാഷ്ട്രീയ പാർട്ടികൾക്കും രാഷ്ട്രീയ നേതാക്കന്മാർക്കും എന്തൊക്കെ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞാലും ഇപ്പോഴും നിങ്ങൾക്ക് ധൈര്യമായി പോയി സംസാരിക്കാവുന്നത് ഒരു പോലീസുകാരനോടല്ല, രാഷ്ട്രീയക്കാരനോടാണ്. അങ്ങനെയുള്ള രാഷ്ട്രീയക്കാർ പോലീസ് സ്റ്റേഷനിൽ കയറി ചെല്ലാനും അവർക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാനും വകവച്ചു കൊടുത്ത ഒരു സ്വാതന്ത്ര്യം അവരെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്താക്കിയതോടുകൂടി ഒരുപക്ഷെ അഴിമതിയും മറ്റ് പ്രശ്നങ്ങളൊക്കെ ഒഴിവായിട്ടുണ്ടാവാം, അത് ഞാൻ യോജിക്കുന്നു. പക്ഷേ അതിനോടൊപ്പം പോലീസ് സേനയെ പ്രാദേശിക തലത്തിൽ കയറൂരി വിടുന്ന ഒരു സ്ഥിതിവിശേഷം കൂടി ഉണ്ടായി എന്നുള്ളത് മനസ്സിലാക്കണം. പണ്ട് AK സർക്കാരിൻ്റെ കാലത്ത് ഇതുപോലൊരു പരീക്ഷണം നടന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയ നേതാക്കളും കയറിപ്പോകരുതെന്ന് പറഞ്ഞത്. അന്നും ഇതുപോലെ തന്നെ പല പരാതികളും ഉണ്ടായതാണ്. രാഷ്ട്രീയക്കാർ എന്ന് പറയുന്നത് നമ്മൾക്ക് പുച്ഛിച്ച് കളയാനുള്ള, ശരിയാണ് ഒരുപാട് കുഴപ്പങ്ങളുണ്ട്, പക്ഷേ ഈ രാജ്യം ഭരിക്കുന്നവരാണ്, നിങ്ങളുടെ ദൈനംദിന പ്രശ്നങ്ങളിൽ ഇടപെടുന്നവരാണ്. ഒരു ബ്രാഞ്ച് സെക്രട്ടറിക്കോ ഒരു മണ്ഡലം പ്രസിഡന്റിനോ പോലീസ് സ്റ്റേഷനിൽ കയറി ചെന്ന് കാര്യം പറയാനുള്ള ഒരു പ്രത്യേക അവകാശമുണ്ടെന്നേ. അവർക്ക് അവിടെ വരുമ്പോൾ അവർക്കൊരു കസേര കൊടുക്കണം. കാരണം അവർ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നവരാണ്. അങ്ങനെയുള്ളവരെ പടിയടച്ച് പിണ്ടം വെച്ചതിനുള്ള പരിഹാരക്രിയ കൂടിയാണ് ഇനി ചെയ്യേണ്ടി വരിക. ഇവിടെ പ്രശ്നം അടിച്ചാലും കൊന്നാലും പൈസ പിടിച്ചു വാങ്ങിച്ചാലും ചോദിക്കാനും പറയാനും ഒരാളുമില്ലെന്നും രാഷ്ട്രീയക്കാരെ സിനിമയിൽ കാണുന്നത് പോലെ പുച്ഛിക്കാനും സ്വജീവിത ഈ പോലീസ് സ്റ്റേഷനകത്ത് വെച്ച് ഓടിക്കാനുമൊക്കെ പറ്റും എന്നുള്ള ഒരു സ്വാതന്ത്ര്യം കൂടി പോലീസിന് കിട്ടിയതോടുകൂടി എന്തും നടക്കുമെന്നായി. അതുകൊണ്ടാണല്ലോ നമുക്ക് മുമ്പിൽ കഴിഞ്ഞ ദിവസം കൊല്ലത്ത് ഒരു CPMൻ്റെ നേതാവ് പറഞ്ഞല്ലേ, എന്നെ കഴുത്തിന് പിടിച്ച് തള്ളി. ഒരു 5 വർഷം മുമ്പായിരുന്നെങ്കിൽ അങ്ങനെ നടക്കുമോ? ഇപ്പോൾ പോലീസ് സേനയ്ക്ക് മുമ്പിൽ അങ്ങനെ ഒരു പൂർണ്ണ സ്വാതന്ത്ര്യം സർക്കാർ അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരുപക്ഷെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നല്ല ഉദ്ദേശത്തിലായിരിക്കാം ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ നമ്മുടെ അനുഭവം നമ്മളെ പഠിപ്പിക്കുന്നത് കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തകർക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് നിങ്ങൾ പടിയടച്ചത് മുതൽ ഒരു വലിയ പ്രശ്നം സംഭവിച്ചു. ഒരു വലിയ രീതിയിൽ പോലീസിനെ പ്രാദേശികത്തിൽ നോക്കാൻ ആരുമില്ലാതായി. സമൂഹത്തിന് ഈ പോലീസിന് മുകളിൽ ഒരു നിയന്ത്രണം ഉണ്ടാകാനൊരു സാധ്യത ഉണ്ടായിരുന്നെങ്കിൽ അതുപോലും ഇല്ലാതായി. ഇതാണ് വിഷയം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ നമ്മളിന്ന് സംസാരിക്കുമ്പോൾ 6ാം ദിവസമാണ്. ഇപ്പോഴും അദ്ദേഹം ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നതേ ഇല്ല. അദ്ദേഹത്തിന് സംസാരിക്കാൻ താല്പര്യമില്ല. അത് അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യമായിരിക്കാം. പക്ഷേ ഓരോ നിമിഷവും ഇത്രയും മനുഷ്യരുടെ വേദനയുടെ ദൃശ്യങ്ങൾ, കരച്ചിലിൻ്റെ ശബ്ദ ഭാഗങ്ങളൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് മുഖ്യമന്ത്രി ഇത് ഒരു കാരണവശാലും ഇതിനോട് ഒട്ടും റിസപ്റ്റീവ് അല്ലാതെ നോക്കുന്നു എന്ന് പറയുന്നത് വളരെ മോശമായൊരു കാര്യമാണ്. അതൊരു മുഖ്യമന്ത്രിക്ക് ചേരാത്ത പ്രവൃത്തിയാണ്. നാളെ ഒരുപക്ഷെ പിണറായി വിജയൻ ഇതെല്ലാം ഒതുങ്ങിയ ശേഷം സംസാരിക്കുമായിരിക്കാം. പക്ഷേ അതുപോരാ. പോലീസിൻ്റെ ആത്മവീര്യം തകരും എന്ന് പറഞ്ഞ് പോലീസിനെ ചേർത്ത് നിർത്തിയ മുഖ്യമന്ത്രി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സാധാരണ മനുഷ്യരുടെ മനോവീര്യം തകർക്കുന്നതാണ്. എപ്പോഴെങ്കിലും പോലീസുകാർക്ക് വേണ്ടി ചിന്തിക്കുന്ന ആഭ്യന്തരമന്ത്രി നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി കൂടി ചിന്തിക്കണം. അങ്ങനെ ചിന്തിക്കാൻ ഒരു നിമിഷമെങ്കിലും അദ്ദേഹം തയ്യാറായാൽ ഈ വിഷയത്തെ അപലപിച്ചുകൊണ്ട് ശക്തമായ നടപടി എടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി മുന്നോട്ട് വരണം. അല്ലെങ്കിൽ ഇതൊരു രക്ഷാപ്രവർത്തനമാണെന്ന് ജനങ്ങൾ വിശ്വസിക്കും. ഞാൻ കരുതുന്നില്ല. ഞാൻ വിചാരിക്കുന്നത് നടപടി എടുക്കാതെ മുന്നോട്ട് പോകാൻ പാടില്ലെന്നാണ്. പക്ഷേ ഇത് മുഖ്യമന്ത്രി സർക്കാരും പോലീസുകാരെ രക്ഷിക്കാനുള്ള പ്രവർത്തനം നടത്തുകയാണ്. അതാണ് മുഖ്യമന്ത്രിയുടെ മൗനത്തിൻ്റെ കാരണം എന്ന് ജനങ്ങൾ കരുതും. കുറ്റം പറയാനാവില്ല. Meet the editors.